ഈ ഒരു ചടങ്ങ് തിരിതെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കരയിലുള്ള GLP സ്കൂൾ ഉദ്ഘാടനം നിർവഹിക്കാനായി ബഹുമാനപ്പെട്ട MP രാധാകൃഷ്ണനും ബഹുമാനപ്പെട്ട MLA പ്രദീപും മറ്റ് പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ മനോഹരമായ നിമിഷത്തിൽ എൻ്റെ ചാനലിനും അവിടെ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. സ്കൂളിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിനെത്തിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ ചാനലിൻ്റെ വക ഒരു 1000 ആശംസകൾ. അതുമാത്രമല്ല, ഇന്ന് ചാനൽ കാണിക്കാൻ പോകുന്നത് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ രസകരമായ ഒരുപാട് അനുഭവങ്ങളാണ്. അവിടെയുള്ള ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുകയായിരുന്നു MP-യും MLA-യും മറ്റ് പഞ്ചായത്ത് മെമ്പർമാരും. അവിടെയുള്ള കുട്ടികളോടും ടീച്ചർമാരോടും അവിടുത്തെ സ്കൂളിൻ്റെ ആവശ്യങ്ങളും അതുപോലെയുള്ള പഠനത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും തുടർന്ന് ഉണ്ടായി. അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ. ക്ഷണിക്കുകയാണ്. OSA വഴി നൽകുന്നു. ചടങ്ങ് ഇപ്പോൾ വേദിയിൽ നടക്കുകയാണ്. മുഴുവൻ ജനപ്രതിനിധികൾ, മറ്റു വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത 108ാം വാർഷികവും പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായുള്ളതാണ്. തീർച്ചയായും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ സ്കൂളുമായി ചേർന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ബഹുമാന്യനായ പ്രസിഡന്റ് വേണ്ടിയിട്ടുണ്ട്. ആ ഭരണസമിതിയുടെ കീഴിലാണ് ഞങ്ങളെല്ലാം അണിനിരന്നിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ സുദീർഘമായ ഒരു പ്രസംഗത്തിനും വരുന്നില്ല. കാരണം ഇവിടെ ഈ വേദി ഒട്ടനവധി കലാ കായിക പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങളെല്ലാവരും റെഡിയായിരിക്കുന്നു. തീർച്ചയായും ഈ പരിപാടി എല്ലാവർക്കും വേണ്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട MP-യെ ഒരിക്കൽ കൂടി ഇവിടെ ഫണ്ട് ലഭിക്കുന്ന MP-യും MLA-യും ചേലക്കര സംഘത്തെ മികവാർന്ന
എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരു തറവാട്ടിൽ നിങ്ങൾ ഇവിടെ സന്തോഷദായകമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അമ്മയാണ്. ഈ അമ്മയോടുള്ള ഒത്തുകൂടുന്ന ഹൃദയബന്ധം നിങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഉയർച്ചയ്ക്ക്, ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയും ഈ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. അത്രമല്ല, നിങ്ങൾക്ക് നോക്കി നിൽക്കുകയല്ല, ഇടപെടണം. നിങ്ങളുടെ വിദ്യാലയമാണ്. ഞങ്ങളെ ആളുകൾ ഇവിടുന്ന് വരികയും പോവുകയും ചെയ്യും. പക്ഷെ ഇത് നിങ്ങളുടെ വിദ്യാലയമായി കരുത്തോടെ അത് അവശേഷിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ക്രിയാത്മകമായി ഇടപെടണം, വിമർശനാത്മകമായി ഇടപെടരുത്. എന്ത് കാര്യത്തിൽ വിമർശിച്ചുകൊണ്ട് ഇടപെടുന്ന ചില രീതികൾ അങ്ങനെയല്ല. പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് ചില വാക്കുകളും അതുപോലെ ചില അക്ഷരങ്ങളും ആശയങ്ങളും കൈമാറി അതിലൂടെ ആ കുട്ടികൾക്ക് എന്നിൽ നിന്നും വല്ലതും വ്യക്തമായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കഴിയില്ല എന്ന് നിയോഗിച്ച ദൈവത്തെ കഴിവുകൊണ്ടാണ് അത് എന്റെ മാത്രം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. എല്ലാവരും എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ അന്തരളകളിൽ നിന്നുള്ള നന്ദി ഞാൻ ഇവിടെ നന്ദിയും കടപ്പാടും നിങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിൽ വിദ്യാലയങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത്. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണെങ്കിൽ കുറച്ചു കാലം പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പൗരനായി എന്നാണെങ്കിൽ പറയാം. ധാരാളം ലഭ്യതയാണ്. വീട്ടിൽ ഞാൻ ഇപ്പോൾ ദേവൃത്തിയിലാണ് താമസിക്കുന്നത്.
നമ്മളെല്ലാവരും അറിയില്ല മാതാപിതാക്കൾ